ഈ പുറമേ കാണുന്ന പോലെ ആയിരുന്നില്ല കേട്ടോ ഉള്ളിലുണ്ടായിരുന്നത്. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ പറയില്ല. ഓലക്കുടി എന്ന മീന്റെ മുട്ടയാണ് ഈ കാണുന്നത്. ഞാനത് കണ്ടപ്പോ തന്നെ ആദ്യം വിചാരിച്ചത് വലിച്ചു പറിച്ച് ഈസി ആയിട്ട് അങ്ങോട്ട് എടുക്കാന്നായിരുന്നു. കുറെ നോക്കിയിട്ട് നടക്കാണ്ടായപ്പോ ഒരു കത്തി അങ്ങോട്ട് എടുത്ത്. കത്തി പിടിച്ച് വലിയ ശീലമില്ലെങ്കിൽ ഉച്ചക്ക് ചോറും കൂട്ടി അടിക്കാമല്ലോ എന്ന് ഓർത്തപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങോട്ട് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മൂർച്ചുള്ള കത്തി കൊണ്ട് 2 വര അങ്ങോട്ട് ഇട്ട്. എന്നിട്ട് വയറ് പതുക്കി കീറിട്ട് വലിച്ചങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചു. എവിടെ കിട്ടാൻ കുതിരാൻ തുരങ്കം പോലെ അങ്ങോട്ട് കിടക്കണേ. പിന്നെയും അങ്ങോട്ട് കത്തിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞങ്ങോട്ട് ദേ കണ്ടില്ലേ. പിന്നെയും അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കായിരുന്നു. ചാക്കോച്ചൻ അവിടെ നിന്ന് പറയണ്ടായിരുന്നു ഇങ്ങോട്ട് മാറിക്കിടെ എന്തുട്ടാണ് ഈ കാണിക്കണേ. ഏറ്റവും ഒടുവിൽ ഇളക്കി പറിച്ച് വലിച്ചൂരിയാണ് എടുത്തിട്ടത്. നോക്കിയുടെ മോനെ നീളം കണ്ടില്ല ഇതിന്റെ. പക്ഷെ ടിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ മീന്റെ മുട്ടയുടെ പകുതി മാത്രം. ബാക്കി പകുതി ഉണ്ടായിരുന്ന മുട്ടയുണ്ടായിരുന്ന കഷ്ണം വേറൊരു ചേട്ടൻ വന്ന് വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ആവശ്യത്തിന് ഇത് മതിയായിരുന്നു. അപ്പൊ നോക്കിക്കിട്ടായിരുന്ന ജോഷി അവൻ പറഞ്ഞത് നീ ആൾ കൊള്ളാലോ ഒരു കഷ്ണം എനിക്ക്. ഞാൻ പറഞ്ഞു അത് അങ്ങോട്ട് ചെട്ടിക്കാട് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്നിട്ട് അത് തൂക്കി നോക്കിയപ്പോൾ 450 ഗ്രാം ഉണ്ടായിരുന്നിട്ട്. എന്നിട്ട് വേറൊന്നും ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഉപ്പും മുളകും കറിവേപ്പിലും ഇട്ടിട്ട് വേവിച്ചടിച്ചങ്ങോട്ട്. എന്തൊക്കെ പറഞ്ഞാലും നല്ല വറ്റിക്കാനും വറക്കാനും പറ്റിയ ഉഗ്രൻ മീൻ തന്നെയാണ്. പക്ഷെ ഈ മീന്റെ മുട്ട കിട്ടിയിട്ട് നല്ലപോലെ വേവിച്ചങ്ങോട്ട് കഴിച്ചാൽ മതി കേട്ടോ.